നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക യാത്രക്കാരനായ വിശ്വാസ് കുമാർ രമേശ് ആശുപത്രി വിട്ടു. അന്വേഷണ സംഘത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം തൽക്കാലം ബ്രിട്ടനിലേക്ക് മടങ്ങുന്നില്ല. ഹോട്ടലിൽ തന്നെയായിരിക്കും താമസിക്കുക. ഒരുപക്ഷെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇനിയും വിശ്വാസ് കുമാറിനെ മൊഴിയെടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തെ ഉടനെ ബ്രിട്ടനിലേക്ക് പോകേണ്ടതില്ല എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിമാനത്തിൽ വിശ്വാസ് കുമാറിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അജയ് കുമാറും യാത്ര ചെയ്തിരുന്നു. എന്നാൽ അജയ് കുമാർ മരിക്കുകയായിരുന്നു. വളരെ അത്ഭുതകരമായിട്ടാണ് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടിരുന്നത്. കാരണം ആദ്യം വന്ന വാർത്തകളൊക്കെ തന്നെ വിമാനത്തിലെ മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടു എന്നായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീടാണ് അതിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായത്. വിമാനത്തിൻ്റെ എമർജൻസി വാതിലിന് അടുത്താണ് അദ്ദേഹം ഇരുന്നിരുന്നത്. അപകടത്തെ തുടർന്ന് എങ്ങനെയാണ് പുറത്തെത്തിയത് എന്നുള്ള കാര്യം ഇപ്പോഴും വിശ്വാസ് കുമാറിന് ഓർമ്മ വരുന്നില്ല. താൻ പുറത്തേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു എന്നും ആംബുലൻസുമായി എത്തിയ സന്നദ്ധ പ്രവർത്തകർ തന്നെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നുമാണ് വിശ്വാസ് കുമാർ പിന്നീട് പറഞ്ഞത്. അദ്ദേഹം വീട്ടുകാരോട് വീഡിയോ കോളിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെത്തിയ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ച കൂട്ടത്തിൽ വിശ്വാസ് കുമാറുമായി ദീർഘനേരം സംസാരിക്കുകയും ചെയ്തിരുന്നു. വിശ്വാസ് കുമാറിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരനായ അജയ് കുമാറിൻ്റെ സംസ്കാര ചടങ്ങുകളും ഇന്ത്യയിൽ വെച്ച് നടത്താൻ തന്നെയാണ് ബന്ധുക്കൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും വിശ്വാസ് കുമാർ തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങിപ്പോവുക. ഗുജറാത്ത് സ്വദേശിയാണെങ്കിലും ബ്രിട്ടീഷ് പൗരനാണ് വിശ്വാസ് കുമാർ രമേശ്. അദ്ദേഹത്തിന് ഭാര്യയും ഒരു കുട്ടിയുമാണ് ഉള്ളത്.